നാം സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ഈ ഇബാദത്തുകളിൽ വളരെ വമ്പിച്ച ഇബാദത്തുകളിൽ ഒന്നാണ് ക്ഷമ. പലർക്കും അതറിയില്ല. ആളുകളുടെ വിചാരം ഇബാദത്ത് ആരാധന എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക, നോമ്പ് നോൽക്കുക, സക്കാത്ത് കൊടുക്കുക, ഇതൊക്കെയല്ലേ ആരാധന. പക്ഷെ അറിയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് ഒരു ആരാധനയാണ്. അവിടെ ഉലമാക്കൾ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾക്കൊരു അനുഗ്രഹം ലഭിച്ചാൽ ആ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഇബാദത്ത് ശുക്രാണ്, നന്ദി കാണിക്കലാണ്. ഒരു പരീക്ഷണം വന്നാൽ അവിടെ ചെയ്യേണ്ട ഇബാദത്താണെന്ത്? ക്ഷമ. ശരിക്കും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ക്ഷമിക്കുന്ന അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന ഇബാദത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ തരുന്നത്. ഇത് തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആൻ ഇത് വളരെ ക്ലിയറായി പറയുന്നു. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 155, 156, 157 ആയത്തിൽ 155 പറയുന്നത് വലനബുലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഷുവറാണ് പരീക്ഷണം. പേടി കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതേപോലെ തന്നെ ധനനഷ്ടം, ശാരീരികമായ നഷ്ടം അഥവാ മരണങ്ങൾ, രോഗങ്ങൾ, എല്ലാം കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? വബശ്ശിരി സ്വാബിരീന, നിങ്ങൾ ക്ഷമിക്കൂ എന്നല്ല പറഞ്ഞത്, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കാനുള്ള വകുപ്പാണ് ആർക്ക്? ഈ പരീക്ഷണങ്ങളുള്ള ആളുകൾക്കുള്ളത്. എങ്ങനെയാണ് അവർക്ക് സന്തോഷിക്കുക? ക്ഷമയിലൂടെ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു മുസീബത്ത് വന്നാൽ, ഒരു പരീക്ഷണം വന്നാൽ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അവനിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഈ പരീക്ഷണങ്ങൾ സംവിധാനിച്ചത് അള്ളാഹുവാണ്. ഇങ്ങനെ ഒരു പരീക്ഷണം നൽകിക്കൊണ്ട് നമ്മെ ക്ഷമിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. ഇതിന്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ അതും റഹ്മാനായ റബ്ബിന്റെ അടുക്കലാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ആഹ്ലാദിക്കാനാണ് വകുപ്പ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ വബശ്ശീർ സ്വാബിരീന, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനാണ് പറഞ്ഞത്. മാത്രമല്ല ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമ അവലംബിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സ്വലവാത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്, അവർ തന്നെയാണ് ഹിദായത്ത് ലഭിച്ച ആളുകൾ എന്നാണ്. അപ്പോൾ പരീക്ഷണങ്ങളുള്ള ആളുകൾ നിരാശപ്പെടല്ല വേണ്ടത്. അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ കാത്തു നിൽക്കുന്നു, അനുഗ്രഹങ്ങൾ കാത്തു നിൽക്കുന്നു. അവർക്ക് സന്തോഷിക്കാനാണ് ഒരുപാട് വകുപ്പ്. പിന്നെന്തിനാണ് ഡിപ്രഷൻ? പിന്നെന്തിനാണ് ടെൻഷൻ? പിന്നെന്തിനാണ് നിരാശ? അള്ളാഹു അനുഗ്രഹങ്ങൾ തരുന്നതിനാണോ നിങ്ങൾ നിരാശപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, എല്ലാ പരീക്ഷണങ്ങളും ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത. ക്ഷമ വമ്പിച്ച ഒരു ഇബാദത്താണ്. മഹാനായ സ്വഹൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അജബൽ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലി മുസ്ലിം. പ്രവാചകൻ പറയാണ്, മുസ്ലിമീങ്ങളുടെ കാര്യം അത്ഭുതമാണ്, വിശ്വാസികളുടെ കാര്യം അത്ഭുതമാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഖൈറാണ്, അതൊരു മുസ്ലിമിനല്ലാതെ ഇല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ മുസ്ലിം, ആ മുസ്ലിമിന്റെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഖൈറായിരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇൻ അസാബത്തുഹു സറാഉ ശകറ ഫഹുവ ഖൈറുൻ ലഹു വ ഇൻ അസാബത്തുഹു ദറാഉ സബറ ഫകാന ഖൈറുൻ ലഹു. അതായത് ഒരു സന്തോഷം വന്നാൽ ആ വ്യക്തി നന്ദി കാണിക്കും, അത് അയാൾക്ക് ഖൈറാണ്. കാരണം സന്തോഷത്തിന്റെ സമയത്തുള്ള ഇബാദത്ത് ശുക്രാണ്, നന്ദി കാണിക്കലാണ്. ഇനി ഒരു ബുദ്ധിമുട്ട് വന്നാലോ സബറ, ക്ഷമിക്കും. കാരണം ബുദ്ധിമുട്ടിന്റെ സമയത്തുള്ള ഇബാദത്ത് ക്ഷമയാണ്, അതും അവർക്ക് ഖൈറാണ്. ഇത് മുസ്ലിമിനല്ലാതെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ കാര്യം മഹാത്ഭുതമാണ്. ഒരു മുസ്ലിം ഒരിക്കലും നിരാശപ്പെടരുത്. ഒരു മുസ്ലിമിന് അങ്ങനെയുള്ള ഒരു നിരാശ വരാനോ ഒരു ഡിപ്രഷൻ ഉണ്ടാവാനോ പാടില്ല.